പകൽ സമയങ്ങളിലും നെൽപ്പാടങ്ങളിൽ പന്നികളുടെ വിളയാട്ടം. കൊപ്പം പഞ്ചായത്തിലെ പള്ളത്തപ്പടി പാടശേഖരത്തിൽ കർഷകർ ദുരിതത്തിലായി. 3 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി പന്നികൾ നശിപ്പിച്ചു. പകൽ നേരങ്ങളിലും നെൽവയലുകളിൽ പന്നിക്കൂട്ടങ്ങൾ. എന്തു ചെയ്യണമെന്നറിയാതെ കർഷകർ. കൊപ്പം പഞ്ചായത്തിലെ പള്ളത്തുപടി പാടശേഖരത്തിൽ നിന്നുമുള്ള കാഴ്ചകളാണ് ഇത്. ഇവിടെ 3 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി പന്നികൾ നശിപ്പിച്ചു. പന്നികളെ തുരത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നാണ് കർഷകരുടെ പരാതി. ഈ സ്ഥിതി തുടർന്നാൽ അടുത്ത വർഷം മുതൽ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് കർഷകർ. ഇവിടെ ഭയങ്കര പന്നിശല്യമാണ്. നെല്ല് കണ്ടമാനം കേടുവരുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 2-3 വർഷം നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി പറഞ്ഞില്ല. കഴിഞ്ഞ വർഷം വെള്ളക്കരും പന്നിയുടെ ശല്യം നിർത്തണം വിചാരിച്ചപ്പോൾ ഈ കുറിയാൻ നഷ്ടം നടത്താൻ വേണ്ടി രണ്ടാമത് ചെയ്തതാണ്. അപ്പോൾ അതിലും വലിയ നഷ്ടത്തിലെ പന്നി നമ്മൾ നെല്ല് കരുതുന്നത്. അടുത്ത വർഷം ഇവിടെ നെല്ല് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പള്ളത്തുപടിയിൽ ഒരു 10-13 ഏക്കർ കൃഷി ചെയ്യുന്നു. അതിൽ ഒരു 7 ഏക്കറോളം ഇവിടെ തന്നെ വരുന്നത്. അതിൽ ഒരു 3 ഏക്കറോളം നെല്ല് ഇപ്പോൾ പന്നി പറ്റ നശിപ്പിച്ചു. ഞങ്ങളിവിടെ ഒരു 7 വർഷമായി കൃഷി തുടങ്ങി. കഴിഞ്ഞ വർഷം ഇതിൻ്റെ നഷ്ടത്തിൻ്റെ തന്നെ വെള്ളക്കതിരും പന്നിയുടെ ശല്യമായിട്ട് പിന്നെ അതിന് ഒന്നുകൂടി അതിലും മെച്ചം കിട്ടും വിചാരിച്ച ഇപ്രാവശ്യം വന്നു. അപ്പോൾ ആയിരിക്കും വലിയ നഷ്ടത്തിലെ പന്നി. പഞ്ചായത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് നോക്കാമെന്ന്. പിന്നെ കൃഷിഭവനിൽ പരാതിയുണ്ട്. പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ പന്നിശല്യമുണ്ട്. മുൻപ് രാത്രികാലങ്ങളിലാണ് പന്നികൾ പാടശേഖരങ്ങളിലേക്ക് കൂട്ടമായി എത്തിയിരുന്നുവെങ്കിൽ ഇന്ന് സ്ഥിതി മാറി. നെൽവയലുകളിലാണ് ഇപ്പോൾ പന്നികളുടെ താമസമെന്നായി മാറി. പന്നികൾ കൂട്ടത്തോടെ എത്തുമ്പോൾ ഉപദ്രവിക്കുമോ എന്ന ഭയവും കർഷകർക്കുണ്ട്. പള്ളത്തുപടി പാടശേഖരത്തിലെ മിക്ക കർഷകരും ഇപ്പോൾ ദുരിതത്തിലാണ്. മുൻ വർഷങ്ങളിൽ ഇറക്കിയ കൃഷിയുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ തീർക്കാനാണ് വീണ്ടും കൃഷി ഇറക്കുന്നത്. എന്നാൽ ഈ വിധത്തിൽ കൃഷിനാശം സംഭവിക്കുമ്പോൾ കൃഷി തന്നെ ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് കർഷകർ. പന്നിശല്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലും കൃഷിഭവനിലുമെല്ലാം പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടായില്ലെന്ന ആക്ഷേപവും കർഷകർക്കുണ്ട്. പള്ളത്തുപടി പാടശേഖരത്തിൽ ഇപ്പോൾ പന്നിശല്യം രൂക്ഷമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഭയത്തിൻ്റെ ഭാഗം ഇപ്പോൾ ഒന്നിച്ചില്ല ഏക്കറോളം നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളേതായ കഴിവിൻ്റെ പരമാവധി കൃഷിഭവനും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ഞങ്ങൾക്ക് കഴിയുന്ന പരമാവധി നോക്കുന്നുണ്ട്. ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വെഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡിംഗ്. വൈവിധ്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ ആൻഡ് ഇരട്ടി.